ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമൊക്കെയാണ്. അപ്പോൾ ഗവൺമെൻറ് കുറേയൊക്കെ ഇളവ് വരുത്തിയിട്ടുണ്ട്. എന്നാലും കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈനിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ ധാരാളം പൈനാപ്പിൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ കൊണ്ട് നമുക്ക് 5 ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈനാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് കുറേയധികം വൈൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊക്കെ കണ്ട് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാം. വൈൻ ഉണ്ടാക്കാൻ ആവശ്യമായ പൈനാപ്പിളിൻ്റെ 2 അറ്റവും ആദ്യം മുറിച്ച് മാറ്റണം. അതിനുശേഷം പൈനാപ്പിൾ ഒരു 3 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം തൊലി കളയുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ ഈ മുറിച്ച് മാറ്റുന്ന തൊലിയും കഷ്ണങ്ങളും ഒന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുകൊണ്ട് വൈൻ ഉണ്ടാക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈനാണത്. കണ്ടു നോക്കിയിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തൊലി കളഞ്ഞെടുത്ത പൈനാപ്പിൾ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. പൈനാപ്പിൾ ഞാൻ ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. മുറിച്ചെടുത്ത പൈനാപ്പിൾ കഷ്ണങ്ങൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാൻ എടുക്കുമ്പോൾ കുറച്ച് വലുത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് വെള്ളവും പഞ്ചസാരയൊക്കെ ഇട്ട് നമുക്ക് തിളപ്പിക്കാനുള്ളതാണ്. ഇനി പൈനാപ്പിളിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളം ഞാൻ പിന്നീടാണ് ചേർക്കുന്നത്. പിന്നെ തിളച്ച വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളിപ്പോൾ സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കാനുള്ളതാണ്. അപ്പോൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വൈൻ്റെ ആവശ്യമായ ഈസ്റ്റാണിത്. ഞാനിവിടെ 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ചൂടുള്ള വെള്ളമൊന്നും ചേർക്കരുത്. കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നേരിയൊരു ചൂട് മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഈസ്റ്റ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈസ്റ്റ് ഒട്ടും കൂടി പോകരുത്. കുറഞ്ഞാലും കുഴപ്പമില്ല. 1 ടീസ്പൂണിൽ കൂടുതൽ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ വൈൻ പെട്ടെന്ന് പുളിച്ച് ചിലപ്പോൾ ഒരു കയ്പ്പ് പോലെ വരും. ഇനി പാൻ സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇൻസ്റ്റൻറ്റ് വൈൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുക്ക് ചെയ്തിട്ട് വൈൻ ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ പൈനാപ്പിൾ തിളപ്പിക്കാതെ പച്ചയായി തന്നെ നമുക്ക് 21 ദിവസം കെട്ടി വെച്ചതിന് ശേഷം വൈൻ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കഷ്ണം പട്ട, 2-3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് ഒക്കെ നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പൈനാപ്പിൾ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് സ്റ്റവിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പൈനാപ്പിളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ടി വരും. ഞാൻ ഇതിലേക്ക് ഒരു 3/4 കിലോ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ലാസ്റ്റ് ഭരണിയിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പൈനാപ്പിൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു കഷ്ണം എടുത്ത് നോക്കാം. സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണിയിലേക്ക് മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കണം, പൈനാപ്പിൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഭരണിയിലേക്ക് മാറ്റാൻ പാടുള്ളൂ. വൈൻ ഇടാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ളൊരു ഭരണിയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഭരണിയൊന്നും ഇല്ലെങ്കിൽ വലിയ കുപ്പിയിലാണെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാം. ഭരണിയും കുപ്പിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വൈനിട്ടാൻ ഉപയോഗിക്കുന്ന ഭരണിയും കുപ്പിയെല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. കഴുകി നന്നായിട്ട് ഉണക്കിയതായിരിക്കണം. അല്ലെങ്കിൽ വൈൻ പെട്ടെന്ന് കേടായി പോകും. ഇനി ഭരണിയിലേക്ക് പൈനാപ്പിൾ വെള്ളത്തോടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വൈൻ തിളപ്പിച്ചപ്പോൾ ആദ്യം 2 ലിറ്റർ വെള്ളമാണ് ചേർത്തത്. ഞാൻ ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ച ആറിയ വെള്ളമാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വൈൻ ഇട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭരണി നിറച്ചിടരുത്. അരഭാഗത്തിന് മുകളിൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വൈനൊക്കെ ഒന്ന് പൊങ്ങി പുറത്തേക്കൊക്കെ ഒഴുകിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വൈൻ ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂൺ ഒന്നെങ്കിൽ മരത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ മാത്രം ഉപയോഗിക്കുക. വൈൻ ഇളക്കാനായിട്ട് ഒരു സ്പൂൺ തന്നെ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് നല്ല ക്ലീൻ ആയിട്ടുള്ള സ്പൂൺ തന്നെ എപ്പോഴും ഉപയോഗിക്കണം. വൈനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയെല്ലാം നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഭരണി മൂടി അതിൻ്റെ പുറത്ത് നമുക്കൊരു തുണി വിരിച്ചിട്ട് അത് നന്നായിട്ട് കെട്ടിയിട്ട് മാറ്റി വെക്കണം. എല്ലാ ദിവസവും ഭരണി തുറന്നതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മറക്കാതെ എല്ലാ ദിവസവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പുറത്ത് പൂപ്പൽ പോലെ വരും. ഇപ്പോൾ തന്നെ വൈൻ നന്നായിട്ട് പൊന്തി നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഭരണി മൂടി വീണ്ടും കെട്ടി മാറ്റി വെക്കാം. വൈൻ ഇട്ട് വെച്ചിട്ട് 5 ദിവസമായിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു വലിയ പാത്രത്തിൻ്റെ പുറത്ത് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ബാക്കിയുള്ള പൈനാപ്പിളൊക്കെ നമുക്ക് മാറ്റിക്കളയാം. ഈ വൈൻ കുറച്ച് സമയം ഇരിക്കുമ്പോൾ നന്നായിട്ട് തെളിഞ്ഞു വരും. ഇത് നമുക്ക് കുപ്പിയിലാക്കി വെക്കണം. അതിന് മുമ്പ് നമുക്കൊരു ഗ്ലാസ്സിലെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല പാകത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈൻ നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. കുപ്പി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ക്ലീൻ ആയിട്ട് കഴുകി ഉണക്കി കുപ്പിയായിരിക്കും അതിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. കുപ്പിയിലേക്ക് ആക്കുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുപ്പി ഒന്ന് കുലുക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വൈൻ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈൻ പുളിച്ച് പൊന്തി വരൂലെന്നാണ് പറയുന്നത്. എനിക്കൊരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ഐഡിയ ആണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് വൈൻ ഒഴിച്ചു കൊടുക്കാം. വൈൻ ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുപ്പിയുടെ ഒരു 3/4 ഭാഗം മാത്രം ഒഴിച്ചു വെച്ചാൽ മതി. കൂടുതൽ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വൈൻ ചിലപ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും പൊങ്ങി പുറത്തേക്ക് പോരും. അതുപോലെ തന്നെ വൈൻ മൂടി വെക്കുമ്പോഴത്തേക്കും മൂടി അധികം ടൈറ്റാക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. വളരെ ഈസിയായി നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് പൈനാപ്പിൾ വൈൻ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ധാരാളം പൈനാപ്പിൾ കിട്ടുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. ഞാൻ കുറേയധികം പൈനാപ്പിളിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടി, പൈനാപ്പിൾ മധുരക്കറി, പൈനാപ്പിളിൻ്റെ പീൽ വൈൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വൈൻ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിൽ കഴിക്കാം, അല്ലാതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്